ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൽ വന്ന് കണി കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ചെട്ടിയാർക്കൊക്കെ നല്ല സന്തോഷമാവാണ്. അങ്ങനെ ചെട്ടിയാർ തോട്ടക്കാരൻ പയ്യൻ നല്ല ബുദ്ധിയുള്ള പയ്യനാണല്ലോ എന്നൊക്കെ പറഞ്ഞ് സുനീഷിനെ അങ്ങ് പുകഴ്ത്താണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ആതിരയ്ക്ക് നല്ല സന്തോഷമാവാണ്. അങ്ങനെ ഓടിക്കതച്ചുകൊണ്ട് തന്നെ കരിയും ബായി അങ്ങ് വരികയാണ് കേട്ടോ. എന്നിട്ട് പറയണേ, ഞാൻ ബലരാമനാണ്, കൃഷ്ണന് കൂട്ടുവന്നതാണ്, മേക്കപ്പ് തീരാൻ കുറച്ച് സമയമെടുത്തു, അതുകൊണ്ടാണ് വഴുകിയത് എന്നൊക്കെ പറയട്ടെ. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആതിരയ്ക്കും രുക്കുവിനും ചെട്ടിയാർക്കും അമ്മയ്ക്കൊക്കെ നല്ല സന്തോഷമാവാണ്. അങ്ങനെ അവർക്ക് സന്തോഷത്തോടു കൂടി ചെട്ടിയാർ വിഷു കൈനീട്ടം കൊടുക്കാൻ വേണ്ടി ഒരുങ്ങാൻ കേട്ടോ. അങ്ങനെ രുക്ക് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് മോളെ, ഇവിടുത്തെ വിഷുക്കണിയൊക്കെ നിനക്ക് ഇഷ്ടമായോ എന്നൊക്കെ ചെട്ടിയാരും കൂടി ചോദിക്കുകയാണ്. അപ്പോൾ സന്തോഷത്തോടു കൂടി ആതിര പറയുന്നുണ്ട്, എനിക്ക് ഇഷ്ടമായി എന്നൊക്കെ പറയും. അങ്ങനെ തോട്ടക്കാരൻ്റെ വേഷത്തിലെത്തിയ സുനീഷിനെ കൃഷ്ണൻ്റെ വേഷം കെട്ടിയപ്പോൾ ചെട്ടിയാർക്ക് നന്നായിട്ട് തന്നെ സുനീഷിനെ അങ്ങ് ഇഷ്ടപ്പെടുകയാണ്. ഒരു പാവം പയ്യൻ തന്നെയാണ്, നല്ല ബുദ്ധിയുള്ള പയ്യനാണ് എന്നൊക്കെ പറഞ്ഞ് സുനീഷിനെ അങ്ങ് പുകഴ്ത്തിയതും എല്ലാം തന്നെ ആതിരയ്ക്കും നല്ല ഇഷ്ടമാണ്. ഇപ്പോഴാവും മുത്തുമാരൻ അങ്ങ് വരികയാണ്. മുത്തുമാര എന്നിട്ട് സുനീഷിനെ കണ്ടതോടുകൂടി, ഇതെന്താ കോമാളിയോ, പാടത്ത് നോക്കുകുട്ടിയായിട്ട് നിർത്താലോ എന്നൊക്കെ പറഞ്ഞങ്ങ് കളിയാക്കാം കേട്ടോ. അത് ചെട്ടിയാർക്ക് തീരെ അങ്ങ് പിടിക്കില്ല. വേണ്ട മുത്തുമാര, നീ അങ്ങനെയൊന്നും പറയണ്ട, ഈ വേഷത്തിൽ ഈ പയ്യൻ നന്നായിട്ട് ചേരുന്നുണ്ട്, ഇതന്നെയാണ് ഒറിജിനലായിട്ടുള്ള കൃഷ്ണവേഷം, നന്നായിട്ട് തന്നെ ഈ പയ്യൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും സുനീഷിനെ അങ്ങ് പുകഴ്ത്തുമ്പോൾ മുത്തുമാരന് അതൊട്ടും തന്നെ അങ്ങ് ഇഷ്ടപ്പെടില്ല കേട്ടോ. ഇത് കള്ള കൃഷ്ണനാണ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കളിയാക്കുമ്പോൾ മുത്തുമാരനോട് അങ്ങ് ദേഷ്യപ്പെടാണ്, ഇനി ഒരക്ഷരം ഈ പറഞ്ഞു പോവരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് സുനീഷിന് തന്നെ അങ്ങ് ആദ്യം തന്നെ അങ്ങ് വിഷു കൈനീട്ടം കൊടുക്കേണ്ട, ആദ്യം കൃഷ്ണന് തന്നെ വിഷു കൈനീട്ടം കൊടുക്കാമെന്നും പറഞ്ഞിട്ട് സുനീഷിന് അങ്ങ് ചെട്ടിയാർ വിഷു കൈനീട്ടം കൊടുക്കുകയാണ്. പിന്നീട് ബലരാമനായ കരിയും ബായിക്കും അങ്ങ് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ മുത്തുമാരന് നന്നായിട്ട് തന്നെ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. ഈ സമയത്താണ് രുക്ക് പെട്ടെന്ന് ആതിരയെ അങ്ങ് നോക്കുകയാണ്. ആതിരയുടെ കഴുത്തിലുള്ള മാല കാണില്ല കേട്ടോ. അപ്പോൾ മോളെ, നിൻ്റെ മാല എവിടെ എന്നങ്ങ് ചോദിക്കും. ആതിര പെട്ടെന്ന് അങ്ങ് നോക്കണം കേട്ടോ. അപ്പോൾ ആതിര പറയാം, ഞാൻ കുളിക്കുന്ന സമയത്ത് അവിടെ ഊരി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ചെട്ടിയാർ പറയാണ്, അത് മോളെ ഊരി വെക്കാൻ പാടില്ല, അത് പാരമ്പര്യമായി കൈമാറി വരുന്ന മാല തന്നെയാണ്, ചെട്ടിയാർ കുടുംബത്തിൻ്റെ വിളക്കാണ് ആ മാല, അതുകൊണ്ട് അത് ഒരിക്കലും മോൾ ഊരി വെക്കരുത്, മോൾ പെട്ടെന്ന് പോയിട്ട് അതെടുത്ത് അണിഞ്ഞേ എന്നങ്ങ് പറഞ്ഞ് ആതിരയെ പറഞ്ഞയക്കാണ്. അങ്ങനെ ആതിര അവിടെ ചെന്നിട്ട് റൂമിലൊക്കെ നോക്കുന്ന സമയത്തൊന്നും തന്നെ ഈ മാല കാണില്ല കേട്ടോ. അപ്പോൾ മുത്തുമാരനാണെങ്കിലോ, ഞാനാണ് ഈ പണി ഒപ്പിച്ചത്, ഇന്നത്തോടു കൂടി ഇവനെ ഇവിടുന്ന് ഓടിപ്പിക്കും എന്നൊക്കെ സുനീഷിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്. ഇതോടുകൂടി ഇവൻ്റെ ഇവിടുത്തെ പണിയും അവസാനിക്കും, ആതിരയുമായുള്ള അടുപ്പവും അവസാനിക്കും എന്നുള്ള ഭാവത്തിൽ മുത്തുമാരൻ ഒന്നും അറിയാത്ത ഭാവത്തിൽ ഇങ്ങനെ നിൽക്കണം കേട്ടോ. അങ്ങനെ രുക്കുവും കൂടി അവിടേക്ക് വരികയാണ്. എന്നിട്ട് ആതിര എന്താ കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അലമേലു കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആതിര പറയാണ്, ഇല്ല ഞാൻ ഇവിടെ തന്നെയാണ് വെച്ചത്, പക്ഷേ കാണുന്നില്ല എന്ന് പറയുമ്പോൾ, നീ മാറ്റി വെച്ചിട്ടുണ്ടാവും, മോളൊന്നും കൂടി നോക്ക് എന്നൊക്കെ അല്ല അമ്മേ, ഞാൻ ഇവിടെ തന്നെയാണ് വെച്ചത് എന്നങ്ങ് പറയട്ടോ. അങ്ങനെ ചെട്ടിയാരോട് പറയണ, അവിടെ വന്നിട്ട് പറയും, ഇല്ല മാല കാണാനില്ല, മാല കാണാനില്ലെന്നോ, അപ്പോൾ ഇവിടുന്ന് മാല എവിടെ പോവാനാ എന്ന് ചെട്ടിയാർ ചോദിക്കുമ്പോൾ മുത്തുമാരൻ പറയും, ഞാൻ അപ്പോഴും പറഞ്ഞതല്ലേ, കണ്ണി കണ്ട് ആളുകളെ വീടിനകത്ത് കയറ്റരുത് എന്നുള്ളത്, പക്ഷേ ആരും തന്നെ അതിനൊന്നും വില വെച്ചില്ല എന്നങ്ങ് പറയുമ്പോൾ ചെട്ടിയാർ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സുനീഷിനെ ഉദ്ദേശിച്ചിട്ട് തന്നെയായിരിക്കും മുത്തുമാരൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ മുത്തുമാരൻ അങ്ങോട്ട് പറയാണ്, അങ്ങനെയെങ്കിൽ ഇവിടെ നിൽക്കുന്ന എല്ലാവരെയും ഒന്ന് പരിശോധിച്ചാൽ മതി എന്നങ്ങ് കരിയുംബായി പറയട്ടോ. അങ്ങനെ മുത്തുമാരനും കൂടി ചേർത്തിട്ട് അങ്ങ് പരിശോധിക്കുകയാണ് കരിയുംബായി. അങ്ങനെ കരിയുംബായി ആദ്യം തന്നെ കൃഷ്ണനെ തന്നെ അങ്ങ് കള്ളകൃഷ്ണനെ തന്നെ ഒന്നങ്ങ് പരിശോധിക്കാമെന്ന് പറയുമ്പോൾ ചെട്ടിയാർ ചോദിക്കുക, എന്താ അപ്പോൾ ഈ വന്നിരിക്കുന്ന തോട്ടക്കാരൻ കള്ളനാണോ എന്ന് ചോദിക്കാനുണ്ട്. അല്ല, ഞാനൊരു ഒഴുക്കനെ പറഞ്ഞതാണ് കള്ളകൃഷ്ണൻ എന്നുള്ളത്, എങ്കിലും ഒന്ന് എല്ലാവരെയും ഒന്ന് പരിശോധിക്കുക എന്ന് ചെട്ടിയാർ പറയണം. അങ്ങനെ എല്ലാവരെയും ഒന്ന് പരിശോധിക്കാണ്ട്. അപ്പോൾ ആരുടെ കയ്യിലും ഉണ്ടാവില്ല ആ മാല. അപ്പോൾ കരിയുംബായി ചോദിക്കുന്നു, അല്ല ഈ നിൽക്കുന്ന മുത്തുമാരനെ പരിശോധിക്കണോ, ഇത് ഈ വീട്ടിലുള്ള അംഗമല്ലേ എന്ന് കരിയുംബായി ചോദിക്കുമ്പോൾ ചെട്ടിയാർ പറയും, അതിനെന്താ, അതൊന്നും നീ നോക്കേണ്ട ആവശ്യമില്ല, മുത്തുമാരനെയും പരിശോധിച്ചോ എന്ന് ചെട്ടിയാർ പറയണം. അപ്പോൾ മുത്തുമാരൻ പറയും, എന്തിനാ എന്നെ പരിശോധിക്കുന്നത്, ഞാൻ ഈ വീട്ടിലെ അംഗമല്ലേ, എന്നാലും ചെട്ടിയാർ പറഞ്ഞതല്ലേ, ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്നും പറഞ്ഞിട്ട് കരിയുംബായി അങ്ങ് പരിശോധിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്ത് നിന്നൊന്നും ആരുടെയും ഒന്നും കിട്ടില്ല കേട്ടോ. ഇല്ല,
ആരുടെ കയ്യിലും ഇല്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് പറയുമ്പോൾ വീണ്ടും മുത്തുമാരൻ പറയാം, അതിന് ഇങ്ങനെ ഒന്ന് പരിശോധിച്ചാൽ കിട്ടണമെന്നില്ല, ഇവരുടെയൊക്കെ ബാഗൊക്കെ ഒന്ന് പരിശോധിച്ചാലേന് എല്ലാവരും എടുത്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ എന്ന് മുത്തുമാരൻ പറയട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ ചെട്ടിയാർ പറയണ, അത് ശരിയാണ്, എല്ലാവരുടെയും ബാഗ് കൂടി ഒന്ന് പരിശോധിച്ചേക്ക് എന്ന് പറഞ്ഞിട്ട് കരീം ഭായിയോട് വീണ്ടും അങ്ങ് എല്ലാവരുടെയും ബാഗ് അങ്ങ് പരിശോധിക്കാൻ പറയാണ്. അപ്പോൾ അതിൽ നിന്നൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ മുത്തുമാരൻ പറയണ, അല്ല, ഈ നിൽക്കുന്ന തോട്ടക്കാരൻ്റെ ബാഗ് പരിശോധിക്കേണ്ട, അവൻ്റെ ബാഗ് എവിടെ എന്ന് മുത്തുമാരൻ പറയുമ്പോൾ കരീം ഭായി അങ്ങ് സംശയം വരികയാണ് കേട്ടോ. കരീം ഭായിക്ക് അപ്പോഴൊക്കെ മുത്തുമാരനെ നന്നായിട്ട് തന്നെ സംശയത്തോടു കൂടി തന്നെയാണ് കേട്ടോ നോക്കുന്നത്. അങ്ങനെ സുനീഷിൻ്റെ ബാഗ് അങ്ങ് എടുത്തു കൊടുക്കുകയാണ്. അങ്ങനെ ആ ബാഗൊക്കെ പരിശോധിച്ച ശേഷം അതിൽ നിന്ന് കിട്ടില്ല എന്ന് കണ്ടപ്പോൾ മുത്തുമാരൻ മനസ്സിലങ്ങ് കരുതാൻ കേട്ടോ, പിന്നെ ആ മാല എവിടെ പോയി, ഞാൻ ഇന്നലെ രാത്രി ഈ തോട്ടക്കാരൻ്റെ ബാഗിനകത്താണല്ലോ വെച്ചത്, പിന്നെ ആ മാല എവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ സ്വയം മുത്തുമാരൻ പറയാണ്. അപ്പോൾ മുത്തുമാരൻ കരീംബായിയോട് പറയണ, ആ ബാഗ് അങ്ങ് കൊട്ടിയിട്ട് ആ ബാഗിൻ്റെ സൈഡിലൊക്കെ ഉണ്ടോ എന്ന് നോക്ക് എന്നൊക്കെ പറയട്ടോ. അങ്ങനെ വീണ്ടും കരീംബായി അവിടെയൊക്കെ നോക്കുന്ന സമയത്ത് ഒന്നും തന്നെ മാല കാണില്ല കേട്ടോ. അപ്പോൾ ഇല്ല, ഇതിലൊന്നും ഇല്ലല്ലോ എന്ന് കരീംബായി പറയാണ്. അപ്പോൾ ചെട്ടിയാർ പറയാണ്, ഈ നിൽക്കുന്നവരുടെ ആരുടെയും ബാഗിലില്ല, പിന്നെ എവിടെ പോയി മാല എന്ന് ചെട്ടിയാർ പറയുമ്പോൾ കരീംബായി പറയാൻ, അല്ല, ഈ നിൽക്കുന്ന മുത്തുമാരൻ്റെ ബാഗൊന്ന് പരിശോധിക്കേണ്ടേ, എന്തിന് എൻ്റെ ബാഗൊന്നും പരിശോധിക്കേണ്ട, ഞാൻ ഈ വീട്ടിലുള്ള ആളാണ്, അങ്ങനെയൊന്നും പറയേണ്ട മുത്തുമാര, നിൻ്റെ ബാഗും പരിശോധിക്കണം, കരീംബായി നീ പരിശോധിച്ചേക്ക് എന്നങ്ങ് ചെട്ടിയാർ പറയാണ്. അങ്ങനെ ചെട്ടിയാർ പറഞ്ഞ പ്രകാരം തന്നെ മുത്തുമാരൻ്റെ ബാഗ് അങ്ങ് എടുത്തു കൊടുക്കുകയാണ് കരീംബായിക്ക്. അങ്ങനെ കരീംബായി ആ ബാഗിലുള്ള എല്ലാ സാധനങ്ങളും അങ്ങ് വലിച്ച് പുറത്തേക്ക് ഇടണം. അപ്പോൾ കാണാം അതിലൊരു മാല കണ്ടതോടുകൂടി മുത്തുമാരനാകെ അങ്ങ് ഞെട്ടിപ്പോവാൻ കേട്ടോ. ഇതെങ്ങനെ എൻ്റെ ബാഗിൽ വന്നു, ഞാൻ ഇന്നലെ ഈ നിൽക്കുന്ന തോട്ടക്കാരൻ്റെ ബാഗിലാണല്ലോ വെച്ചത്, പിന്നെ എങ്ങനെ എൻ്റെ ബാഗിൽ വന്നു എന്നും അറിയാതെ ആകെ അങ്ങ് അന്തം വിട്ട് നിൽക്കാൻ കേട്ടോ. അങ്ങനെ ചെട്ടിയാർക്ക് അങ്ങ് ദേഷ്യം വരികയാണ് മുത്തുമാരൻ്റെ ബാഗിൽ നിന്നും ആ മാല കാണുമ്പോൾ. അങ്ങനെ മുത്തുമാരനോട് അങ്ങ് ദേഷ്യപ്പെടാൻ കേട്ടോ. അപ്പോൾ മുത്തുമാരൻ പറയണേ, അല്ല, ഞാൻ എടുത്തിട്ടില്ല, സത്യമായിട്ടും ഞാൻ എടുത്തിട്ടില്ല, ഇതെങ്ങനെയാണ് എൻ്റെ ബാഗിൽ വന്നത് എന്നുള്ളത് എനിക്കറിയില്ല എന്നൊക്കെ. ആ മാലക്ക് നടന്ന് നിൻ്റെ ബാഗിൽ വന്ന് കയറാൻ പറ്റില്ലല്ലോ, അപ്പോൾ നീ തന്നെയാണ് എടുത്ത് ഈ ബാഗിൽ വെച്ചത്, എന്നിട്ട് മറ്റുള്ളവരുടെ പേരിൽ അങ്ങ് പഴി ചേരാൻ വേണ്ടി നോക്കുന്നു, അതുകൊണ്ട് നിനക്ക് 51 ചാട്ടവാർ കൊണ്ടുള്ള അടിയും 101 ഏത്തമിടലും ചെയ്യണം എന്നൊക്കെ പറയട്ടോ. അത് കേൾക്കും രുക്കു അങ്ങ് പറയണം, അയ്യോ അത് വേണോ, അത്രയ്ക്കധികം ഇന്ന് നല്ലൊരു ദിവസമല്ലേ, അപ്പോൾ അതുകൊണ്ട് ചാട്ടവാർ അടി ഒന്ന് ഒഴിവാക്കിയിട്ട് ഏത്തമിടൽ മാത്രം പോരെ എന്നങ്ങ് ചോദിക്കാട്ടോ. അങ്ങനെ ചെട്ടിയാരോട് രുക്കു പറഞ്ഞ ആ വാക്ക് ചെട്ടിയാർ അങ്ങ് അനുസരിക്കുക. എങ്കിൽ ഏത്തമിടൽ മാത്രം മതി, 101 തവണ ഏത്തമിടണം എന്നങ്ങ് പറഞ്ഞല്ല ആ മുത്തുമാരൻ അങ്ങനെ ഒരു ശിക്ഷ അങ്ങ് കൊടുക്കണം. അങ്ങനെ ചെട്ടിയാരുടെയും രുക്കുവിൻ്റെയും ആതിരയുടെയും മുന്നിൽ വെച്ച് തന്നെ കരീംബായി മുത്തുമാരനെ കൊണ്ടങ്ങ് ഏത്തമിടിയിപ്പിക്കാൻ കേട്ടോ. എന്നിട്ട് ഏത്തമിടുമ്പോൾ ഓരോ ഏത്തമിടുമ്പോഴും ഹാപ്പി വിഷു എന്നങ്ങ് പറഞ്ഞ് അങ്ങ് ഏത്തമിടിയിപ്പിക്കുകയാണ്. അപ്പോഴത്തേക്കും അമ്മാവാ എന്നൊക്കെ പറഞ്ഞ് ദയനീയമായിട്ട് മുത്തുമാരൻ വിളിക്കുന്നുണ്ട്. പക്ഷേ ചെട്ടിയാർ ഒരു ആനുകൂല്യവും കൊടുക്കാതെ 101 പ്രാവശ്യം തന്നെ ഏത്തമിടിയിപ്പിക്കുകയാണ്. അപ്പോഴത്തേക്കും മുത്തുമാരൻ ആവശ്യനാവാൻ കേട്ടോ. എന്നിട്ട് ചെട്ടിയാർ പറയുന്നുണ്ട്, ഇനി മേലിൽ നീ എൻ്റെ കൺമുന്നിൽ കണ്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞ് ചെട്ടിയാരങ്ങ് ഒരുപാടങ്ങ് മുത്തുമാരനെ ചീത്ത പറയുന്നുണ്ട്. അങ്ങനെ മുത്തുമാരൻ മനസ്സിൽ കരുതാണ്, തോട്ടക്കാരനെ ഓടിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പണി എനിക്ക് തന്നെ വിനയായല്ലോ എന്നൊക്കെ അങ്ങനെ മുത്തുമാരൻ മനസ്സിൽ കരുതാണ്. പിന്നീട് മാണിക്യമംഗലത്ത് അജയഘോഷ് മൊബൈലിൽ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താവും സിന്ധു അവിടേക്ക് അങ്ങ് വരികയാണ് കേട്ടോ. എന്നിട്ട് സിന്ധു അങ്ങ് സന്തോഷത്തോടു കൂടി ചെല്ലണ സമയത്ത്, നീ എന്താ ഇവിടേക്ക് വന്നത് എന്നങ്ങ് ചോദിക്കും. പിന്നെ എനിക്ക് ഇവിടേക്ക് വരാൻ പറ്റില്ലേ, ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നത്, എൻ്റെ കഴുത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എല്ലാവരെയും കാണിക്കെ ഒരു താലി ചാർത്തി തരണം, എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ളവർ എല്ലാവരും തന്നെ എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ നിങ്ങളാണെന്നുള്ളത് അറിയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ്. അങ്ങനെ അത് കേൾക്കുമ്പോൾ അജയൻ അങ്ങ് ദേഷ്യം വരേണ്ട, നീ എന്താ ഇങ്ങനെ പൊട്ടിയായി സംസാരിക്കുന്നത്, നിങ്ങളാണ് എൻ്റെ ജീവിതം തകർത്തത്, അപ്പോൾ നീ ആദ്യം അങ്ങ് ചിന്തിക്കേണ്ടേ എന്ന് അജയൻ ചോദിക്കുമ്പോൾ, നിങ്ങൾ എന്നോട് മോഹവാഗ്ദാനങ്ങൾ തന്നിട്ടാണ് നിങ്ങൾ എന്നെ ചതിച്ചത്, അപ്പോൾ നിന്നെ കല്യാണം കഴിച്ച എൻ്റെ മൈഥിലിയെ ഞാൻ എന്തു ചെയ്യും, അതൊക്കെ നിങ്ങൾ ആദ്യമേ ചിന്തിക്കണമായിരുന്നു, നിങ്ങൾക്ക് ഒരു ഭാര്യയുണ്ടെന്നുള്ള കാര്യം, അല്ലാതെ എൻ്റെ ജീവിതം തകർത്തിട്ട് ഇനിയിപ്പോൾ എനിക്ക് മൈഥിലിയെ എന്ത് ചെയ്യണമെന്നൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല, അതുകൊണ്ട് മര്യാദക്ക് നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയേ പന്തിയാവൂ, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ കള്ളത്തരവും ഞാനിപ്പോൾ പുറത്താക്കുമെന്നൊക്കെ പറയട്ടോ. അപ്പോഴാവും അവിടേക്ക് നന്ദിത അങ്ങ് വരുന്നത് കാണാണ്.
നന്ദിതയെ കാണുമ്പോൾ അയ്യോ ആ വരുന്ന ഇന്നത്തോടു കൂടി എല്ലാ കാര്യവും മൈഥിലി അറിയും, നീ മര്യാദക്ക് ഇവിടെ ഒതുങ്ങി നിൽക്കുക എന്നൊക്കെ പറയും. ഇല്ല, അവർ തന്നെ അറിയണം, അവരറിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ മുഖം മൂടിയും ഇതോടുകൂടി അഴിഞ്ഞു വീഴും എന്നൊക്കെ അങ്ങ് പറയാണ്. അപ്പോഴത്തേക്കും സിന്ധുവിൻ്റെ മുഖം അങ്ങ് അടക്കി പിടിക്കാൻ കേട്ടോ അജയൻ. എന്നിട്ട് പുറത്തേക്ക് അങ്ങ് നോക്കിയിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നന്ദിത ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ നന്ദിതയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. സിന്ധുവിൻ്റെ വായ പൊത്തി പിടിച്ചിട്ട് അപ്പുറത്തെ സൈഡിലുണ്ട് എന്നുള്ളതൊന്നും നന്ദിത കാണുന്നില്ല. അങ്ങനെ നന്ദിത പോയി കഴിഞ്ഞ ശേഷം സിന്ധു അങ്ങ് ശ്വാസം മുട്ടിച്ചിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നൊക്കെ ഉണ്ട്. അങ്ങനെ കൈ അങ്ങ് തട്ടി മാറ്റുകയാണ് കേട്ടോ സിന്ധു. നിങ്ങൾ എന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഈ സത്യം ഞാൻ എല്ലാവരെയും അറിയിക്കും, അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഭീഷണിപ്പെടുത്തുമ്പോഴാവും അവിടേക്ക് കാവേരി അങ്ങ് വരികയാണ്. കാവേരിയെ കണ്ടതോടുകൂടി അജയൻ വീണ്ടും അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ സിന്ധു പറയുന്നുണ്ട്, ഇവരറിഞ്ഞാലും മതി, ഇവർ ശരിക്കും ഒരു BBC വേൾഡാണ്, അതുകൊണ്ട് എല്ലാവരും അറിയാൻ ഒരു പണിയുമില്ല, ഇവരോട് തന്നെ ഇവരുടെ മുന്നിൽ വെച്ച് തന്നെ എല്ലാ കാര്യവും എനിക്ക് വിളിച്ചു പറയണം എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും അജയൻ അങ്ങ് സിന്ധുവിൻ്റെ മുഖം അങ്ങ് അടക്കി പിടിച്ചിട്ട് അങ്ങ് ഒന്നും അറിയാത്ത ഭാവത്തിൽ കാവേരിയെ നോക്കി നിൽക്കാം കേട്ടോ. അങ്ങനെ കാവേരിയും അജയനെ ഒന്ന് നോക്കുന്നുണ്ട്. പക്ഷേ അപ്പുറത്തെ സൈഡിൽ സിന്ധുവിൻ്റെ മുഖമൊക്കെ അടക്കി പിടിച്ച് ശ്വാസം മുട്ടിപ്പിക്കുന്നൊക്കെയുണ്ട് അജയൻ. അതൊന്നും തന്നെ കാവേരിയും കാണുന്നില്ല കേട്ടോ. അങ്ങനെ കാവേരി പോയി കഴിഞ്ഞ ശേഷം സിന്ധു അങ്ങ് അജയൻ്റെ കൈ അങ്ങ് തട്ടി മാറ്റുകയാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് കാണിച്ചിട്ടും കാര്യമില്ല, ഇതോടുകൂടി നിങ്ങളുടെ കള്ളത്തരം ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറയാണ്. അങ്ങനെ അജയൻ സിന്ധുവിൻ്റെ കാല് പിടിച്ച് പറയുന്നുണ്ട്, നീ ചതിക്കല്ലേ, ഞാൻ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് സമാധാനിപ്പിക്കുകയാണ് സിന്ധുവിനെ. അങ്ങനെ സമാധാനിപ്പിച്ച ശേഷം സിന്ധുവിനെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കും. അതുപോലെ സുനീഷിന് പാര പണിയാൻ നോക്കിയ മുത്തുമാരനിട്ട് പണിതത് കരീംബായി തന്നെയായിരിക്കും കേട്ടോ. മുത്തുമാരൻ സുനീഷിൻ്റെ ബാഗിൽ മാല കൊണ്ടുവച്ചത് എല്ലാം തന്നെ കരീംബായി കണ്ടിട്ടുണ്ടാവും. കരീംബായി ഉറങ്ങിയതുപോലെ ആയിരിക്കും കേട്ടോ അവിടെ കിടന്നിട്ടുണ്ടാവുക. അങ്ങനെ കരീംബായി ഉറങ്ങി എന്ന് കരുതിയിട്ടാണ്, സുനീഷും കരീംബായി ഉറങ്ങി എന്ന് കരുതിയിട്ടാണ് മുത്തുമാരൻ സുനീഷിൻ്റെ ബാഗിൽ ആ മാല കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ മുത്തുമാരൻ പോയി കഴിഞ്ഞ ശേഷം സുനീഷിൻ്റെ ബാഗിൽ നിന്നും കരീംബായി ആ മാല എടുത്ത് നേരെ മുത്തുമാരൻ്റെ ബാഗിലേക്ക് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടാവുക. സുനീഷിനിട്ട് പണിയാൻ നോക്കിയ മുത്തുമാരനിട്ട് കരീംബായി തന്നെയാണ് നല്ലൊരു മുട്ടം പണി തന്നെ കൊടുക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ സിന്ധു വീണ്ടും അങ്ങ് അജയൻ്റെ അടുത്തേക്ക് അങ്ങ് വരികയാണ് കേട്ടോ. എന്നിട്ട് അജയനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ അജയനെ ഒട്ടും പ്രതീക്ഷിക്കാതെ സിന്ധു കെട്ടിപ്പിടിച്ചപ്പോൾ അജയൻ അങ്ങ് തട്ടി മാറ്റുകയാണ് കേട്ടോ. ആ തട്ടി മാറ്റുന്ന സമയത്ത് സിന്ധു നേരെ പോയി വീഴുന്നത് ചുമരിലാണ്. ചുമരിൽ തലയടിച്ച് വീണതോടുകൂടി സിന്ധുവിൻ്റെ ബോധം അങ്ങ് വീണിട്ട് സിന്ധു അങ്ങ് കുഴഞ്ഞു വീഴാൻ കേട്ടോ. അങ്ങനെ സിന്ധു വീണതോടുകൂടി അജയൻ ആകെ പേടിക്കുകയാണ്. അങ്ങനെ മൂക്കിൽ കൈ വെച്ച് നോക്കുന്ന സമയത്ത് സിന്ധുവിന് ശ്വാസമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അജയൻ ആകെ പേടിക്കുകയാണ്. സിന്ധു മരിച്ചു എന്നങ്ങ് കരുതുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവിടേക്ക് മൈഥിലി കൂടി വരികയാണ്. എന്നിട്ട് മൈഥിലിയോട് പൊട്ടിക്കരയാണ് കേട്ടോ. അവൾ പോയി, അവൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് മൈഥിലിയോട് സിന്ധുവിൻ്റെ കാര്യം പറയണം. സിന്ധു മരിച്ചു എന്നങ്ങ് മൈഥിലിയോട് പറയുമ്പോൾ മൈഥിലി ആകെ അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. എന്നിട്ട് രണ്ടുപേരും കൂടി സിന്ധുവിനെ ഒരു ചാക്കിലാക്കി കൊണ്ട് കളയാമെന്നങ്ങ് തീരുമാനിക്കുകയാണ്. എന്നിട്ട് സിന്ധു മരിച്ച് മറ്റാരുടെയെങ്കിലും കൈകൊണ്ടാണ് എന്ന് അജയനും മൈഥിലിയും കൂടി വരുത്തി തീർക്കാൻ വേണ്ടി ആലോചിക്കുകയാണ്. അങ്ങനെ ചന്ദ്രൻ്റെ പേരാണ് അജയൻ അങ്ങ് ഉദ്ദേശിക്കുന്നുണ്ടാവട്ടെ. മൈഥിലിയെ കൊന്നത് ചന്ദ്രനാണ് എന്നങ്ങ് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്.